നമസ്കാരം. ഗ്രാമ്യൂച്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ധീവര സമൂഹത്തെ അവഗണിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ധീവരസഭ തൃപ്രയാറിൽ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റ് സമുദായ സംഘടനകളെ പരിഗണിക്കുന്ന പാർട്ടികൾ ധീവര സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് ഇനിയും വെച്ചുപൊറുപ്പിക്കാനാവില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒട്ടനവധി അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ധീവര സമൂഹം. കേരളത്തിലെ ജനസംഖ്യയിൽ നിർണായക ശക്തിയുള്ള ഒരു സമൂഹമെന്നുള്ളത് പലരും വിസ്മരിക്കുകയാണ്. കേരളത്തിലെ നിരവധി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും സ്വന്തം സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും മറ്റു അശരണ വിഭാഗങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുവാനും വിജയം വരിക്കാനും കഴിഞ്ഞത് ധീവര സമുദായത്തിൻ്റെ കൂടി കരുത്തുകൊണ്ടാണ്. ആ കരുത്ത് ഇന്നുമുണ്ട് എന്നതും ആരും മറക്കരുത്. 2019 പാർലമെൻറ്റ് ഇലക്ഷനിലാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യമായി ഒരു സമുദായാംഗത്തിനെ മത്സരിക്കുവാൻ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കോൺഗ്രസ് പാർട്ടി നൽകിയത്. 2024 ആയപ്പോൾ ആ സീറ്റ് തിരിച്ചെടുത്തു. കേരളത്തിലെ 10 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമാണ് ധീവര സമൂഹത്തിനുള്ളത്. ഈ സമൂഹത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അംഗീകരിക്കുന്നത് അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. സഹായിക്കുന്നവരെ തിരിച്ചറിയാനും അവഗണിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും അകറ്റി നിർത്തുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും ധീവര സമൂഹം പ്രാപ്തരാണ്. മുഴുവൻ സാമുദായിക സന്തുലനങ്ങളും പാലിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവകാശവാദം തികച്ചും പൊള്ളയാണെന്നും 100% വിജയസാധ്യതയുള്ള ഒരാളെ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് മറ്റെന്ത് ഉദ്ദേശത്തിലാണ് ഒഴിവാക്കിയതെന്നും അവർ പറഞ്ഞു. ഇത് കേരളത്തിലെ മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലത്തിലും പ്രതിഫലിക്കും. ധീവരസഭ പരസ്യമായി പിന്തുണച്ച സമയത്ത് ബഹുഭൂരിപക്ഷം തീരദേശ സീറ്റിലും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. സമുദായത്തെ അവഗണിക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്ന തിരിച്ചടികൾ. ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി തെറ്റുതിരുത്തണം, അല്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവഗണനയിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് അഖില കേരള ധീവരസഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തൃപ്രയാറിൽ അവകാശ സംരക്ഷണ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി. പരിപാടിയിൽ അഖില കേരള ധീവരസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TV ശ്രീജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി. UM സുബ്രഹ്മണ്യൻ, വെങ്കടേഷ്, UB മണികണ്ഠൻ, ബാബു കുന്നുങ്ങൽ, ജയൻ കാര എന്നിവർ പ്രസംഗിച്ചു. UV ഉണ്ണികൃഷ്ണൻ, KT കുട്ടൻ, ഇത്തിക്കാട്ട് ബാലൻ, ശകുന്തള കൃഷ്ണൻ, ഹേമ തമ്പി, മണികണ്ഠൻ CK, വിജയൻ പനക്കൽ, NR പ്രശാന്ത്, വേണു ചാമക്കാല എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി തൃപ്രയാർ നാട്ടിക വലപ്പാട് മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ ശ്രീരാമക്ഷേത്ര ദർശനത്തിന് ശേഷം ഡ്രീംലാൻഡ് ഹോട്ടലിൽ JCI പ്രവർത്തകർക്കൊപ്പം മീറ്റിംഗിലും പ്രാതലിലും പങ്കെടുത്തു. തുടർന്ന് വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെത്തി കുർബാനയിലും പങ്കുകൊണ്ടു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷത്തിൽ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്തിലെ വിവിധ കോളനികളിലും എത്തി വോട്ടഭ്യർത്ഥന നടത്തി. തൃപ്രയാറിലെ വൈമാളിലും സന്ദർശനം നടത്തി. BJP നേതാക്കളായ PK ബാബു, പൂർണിമ, സർജു തോയക്കാവ്, EP ഹരീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഹിന്ദു വർഗീയത പ്രചരിപ്പിച്ച് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തെ ഒരു ഹിന്ദുമത രാഷ്ട്രമാക്കി ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളെ വേട്ടയാടുന്ന മോഡി ഭരണം ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിജയം ഉറപ്പുവരുത്തുന്നതിനുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള PKS കാരമുക്ക് ലോക്കൽ കൺവെൻഷൻ നടത്തി. PKS ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ സംഘടനാ വിശദീകരണം നടത്തി. സംഘടനയുടെ മാസിക മുന്നോട്ടിൻ്റെ പ്രാദേശിക തല വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിനും തുടക്കം കുറിച്ചു. 16 നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പണ്ടാരൻ മുരളി മാഷിനെ മാസിക വരിക്കാരനായി ചേർത്ത് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനവും നടത്തി. CPIM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രഭാത്, PKS ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് എന്നിവരും സംസാരിച്ചു. PKS ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി TP ഷിജു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C രാജ്, ശ്രീജിത്ത്, CPIM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CA മുരളി, AM സുബിൻ എന്നിവരും പങ്കെടുത്തു. PKS ലോക്കൽ സെക്രട്ടറി അനിൽ ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.